ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുകയാണ്. ഒരു രാജ്യത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളും 11 പേരുടെ കാലുകളിലേക്ക് ചുരുങ്ങുകയാണ്. ഫുട്ബോൾ അത് വെറും ഒരു കളിയല്ല, അതൊരു വികാരമാണ്, പോരാട്ടമാണ്, അതിലുപരി ജീവിതവുമാണ്. ലോകകപ്പിന്റെ ആവേശം മൈതാനങ്ങളിൽ അലയടിക്കുമ്പോൾ നിശബ്ദമായ മറ്റൊരു മൈതാനത്ത് PSC ഉദ്യോഗാർത്ഥികളായ നിങ്ങളും ഒരു വലിയ പോരാട്ടത്തിലാണ്. നിങ്ങളുടെ പുസ്തകങ്ങളും നോട്ട്ബുക്കുകളും ഓൺലൈൻ ക്ലാസ്സുകളും നിറഞ്ഞ ആ ചെറിയ മുറി തന്നെയാണ് നിങ്ങളുടെ സ്റ്റേഡിയം. സർക്കാർ ജോലി എന്ന വലിയ കപ്പ് ലക്ഷ്യം വെച്ച് നിങ്ങൾ നടത്തുന്ന ഈ പരിശീലനം ഒരു ഫുട്ബോൾ താരത്തിന്റെ കഠിനാധ്വാനത്തേക്കാൾ ഒട്ടും കുറവല്ല. മൈതാനത്ത് ഒരു താരം കപ്പുയർത്തുന്ന ആ സെക്കൻഡുകൾക്ക് പിന്നിൽ വർഷങ്ങളുടെ കഠിനാധ്വാനമുണ്ട്. ലോകം അവരെ കാണുന്നത് വിജയത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോഴാണ്. പക്ഷേ ആരും കാണാത്ത നിഴലുകളിൽ അവർ ഒഴുക്കിയ വിയർപ്പുണ്ട്. നിങ്ങളും ഇപ്പോൾ ആ നിഴലിലാണ്. കൂട്ടുകാർ ആഘോഷിക്കുമ്പോൾ, ലോകം ഉറങ്ങുമ്പോൾ നിങ്ങൾ പഠനത്തോട് മല്ലടിക്കുകയാണ്. ഓർക്കുക, ഇന്ന് നിങ്ങൾ ചൊരിയുന്ന ഓരോ തുള്ളി വിയർപ്പും നാളെ നിങ്ങളുടെ കുടുംബത്തിന്റെ കണ്ണീർ തുടയ്ക്കാനുള്ളതാണ്. ഒരു ഫുട്ബോൾ മത്സരത്തിൽ ഏറ്റവും പ്രയാസമേറിയത് എതിരാളികളുടെ ഡിഫൻസ് തകർക്കുക എന്നതാണ്. നിങ്ങളുടെ PSC യാത്രയിലും വലിയൊരു ഡിഫൻസ് നിരയുണ്ട്. അത് നിങ്ങളുടെ മുന്നിലുള്ള സിലബസ് മാത്രമല്ല, നിങ്ങളെ നോക്കിച്ചിരിക്കുന്ന ചുറ്റുപാടുകൾ. ഇതൊന്നും നിനക്ക് പറ്റിയ പണിയല്ല എന്ന് പരിഹസിക്കുന്നവർ, സാമ്പത്തിക പരാധീനതകൾ, മാനസിക സമ്മർദ്ദങ്ങൾ, ഇവരൊക്കെയാണ് നിങ്ങളുടെ എതിർ ടീമിലെ ഡിഫൻഡർമാർ. അവർ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ചവിട്ടി വീഴ്ത്താൻ നോക്കും. പക്ഷേ നിങ്ങൾ ഒരു മികച്ച സ്ട്രൈക്കറെ പോലെ ലക്ഷ്യത്തിലേക്ക് മാത്രം നോക്കുക. നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് മറ്റൊരു ശക്തനായ എതിരാളി, മടി. നാളെ പഠിക്കാം എന്ന് പറഞ്ഞ് നിങ്ങളെ ചതിക്കുന്നവൻ. ഓരോ തവണയും മടി തോന്നുമ്പോൾ ഓർക്കുക, കളി അവസാനിപ്പിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഒരു താരം തളർന്നിരുന്നാൽ അയാളുടെ ടീം തോറ്റുപോകും. നിങ്ങൾക്ക് തോറ്റുകൊടുക്കാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ വിജയം നിങ്ങളുടേത് മാത്രമല്ല, നിങ്ങളെ വിശ്വസിച്ച ഒരുപാട് പേരുടേതാണ്. ഫുട്ബോൾ ലോകം പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം എന്താണെന്നറിയാമോ? ചരിത്രവും പേരും നോക്കിയല്ല വിജയികളെ തീരുമാനിക്കുന്നത്, മറിച്ച് ആ നിമിഷത്തിൻ്റെ വീര്യമാണ്. വമ്പൻ ടീമുകൾ പോലും അപ്രതീക്ഷിതമായി തകർന്നു വീഴുന്നത് നാം കണ്ടു. ആദ്യമായി ലോകകപ്പിന് വന്ന ടീമുകൾ വമ്പന്മാരെ മുട്ടുകുത്തിക്കുന്നതും നാം കണ്ടു. സൗദി അറേബ്യ അർജന്റീനയെ മുമ്പ് അട്ടിമറിച്ചതും, ആഫ്രിക്കൻ കരുത്തുമായി മൊറോക്കോ, കേപ്പ് വെർഡെ ടീമുകൾ വമ്പന്മാരെ മുട്ടുകുത്തിച്ചതും നാം കണ്ടു. PSC പഠനത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾ ഒരു തുടക്കക്കാരനായിരിക്കാം, നിങ്ങളുടെ കൂടെ പഠിക്കുന്നത് വർഷങ്ങളായി തയ്യാറെടുക്കുന്നവരായിരിക്കാം, ഇതുവരെ പഠിച്ചതൊന്നും ഓർമ്മ നിൽക്കുന്നില്ലായിരിക്കാം. പക്ഷേ പേടിക്കരുത്, കളി അവസാന നിമിഷം വരെ നിങ്ങളുടെ കൈകളിലാണ്. തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത നിശ്ചയദാർഢ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ചരിത്രത്തിലില്ലാത്ത അട്ടിമറികൾ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കാം. 90 മിനിറ്റ്, അതാണ് ഒരു ഫുട്ബോൾ മത്സരത്തിൻ്റെ ആയുസ്. പരീക്ഷാ ഹാളിലെ ആ 1.25 മണിക്കൂറും അങ്ങനെ തന്നെയാണ്. ഗ്യാലറിയിൽ ആരാധകർ ആർപ്പ് വിളിക്കുന്നത് പോലെ പരീക്ഷാ ഹാളിന് പുറത്ത് നിങ്ങളുടെ അച്ഛനും അമ്മയും പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നുണ്ട്. ഓരോ ചോദ്യവും നിങ്ങൾ ഗോളാക്കി മാറ്റണം. ഒരു ഗോൾ വീണാൽ കളി മാറാം. അവസാന മിനിറ്റിലെ ഒരു ഗോൾ നിങ്ങളെ ചാമ്പ്യനാക്കാം. ഓരോ സെക്കൻഡും പ്രധാനമാണ്. പരീക്ഷാ ഹാളിൽ ഓരോ ചോദ്യവും ഓരോ പെനാൽറ്റി കിക്കാണ്. ലക്ഷ്യം തെറ്റരുത്, ഏകാഗ്രത കൈവിടരുത്, പിഴവുകൾക്ക് അവിടെ സ്ഥാനമില്ല. ഓരോ മാർക്കും നിങ്ങളുടെ വിജയത്തിലേക്ക് ഒരു സ്റ്റെപ്പ് കൂടി അടുപ്പിക്കുന്നു. മുന്നിൽ വലിയ ടൂർണമെന്റ് വരാനിരിക്കുകയാണ്. LDC, LGS, LPUP, CPO, അങ്ങനെ വിജയത്തിന്റെ നിരവധി കപ്പുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന മാസങ്ങൾ നിങ്ങളുടെ പരിശീലന ക്യാമ്പുകളാണ്. ഓരോ പരീക്ഷയും ഓരോ ഫൈനലാണ്. ഒരു തോൽവിയിൽ തളരരുത്. മെസ്സിക്കും റൊണാൾഡോയ്ക്കും നെയ്മറിനും തോൽവികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ കളി നിർത്തിയില്ല. അവർ വീണ്ടും വന്നു, ലോകത്തെ അമ്പരപ്പിച്ചു. നിങ്ങളുടെ കഠിനാധ്വാനം ഒരിക്കലും വെറുതെയാകില്ല. പ്രപഞ്ചത്തിന്റെ നിയമമാണത്. വിയർപ്പൊഴുക്കുന്നവന് ഫലമുണ്ടാകും. നിങ്ങളെ പരിഹസിച്ചവർക്ക് മുന്നിലൂടെ നിങ്ങളെ തടയാൻ ശ്രമിച്ച തടസ്സങ്ങളെ ഡ്രിബിൾ ചെയ്ത് മാറ്റി റാങ്ക് ലിസ്റ്റിന്റെ 1-ാം പേജിലേക്ക് നിങ്ങൾ നടന്നു കയറുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഗ്യാലറിയിൽ ഉയരുന്ന ആർപ്പുവിളികൾ നിങ്ങൾക്കുള്ളതായിരിക്കും. പോരാട്ടം തുടരുക. ലക്ഷ്യം കൈപ്പിടിയിലാകുന്നതുവരെ വിശ്രമിക്കരുത്. നേടും, നേടിയിരിക്കും,
നേടണം.